കേരളക്കരയെ നടുക്കിയ സ്ത്രീധന പീഡന മരണങ്ങളുടെ പട്ടികയിലേക്ക് ഒരു 19-കാരിയുടെ പേരുകൂടി ചേരുമ്പോൾ നിയമങ്ങളും ബോധവൽക്കരണങ്ങളും വെറും ജലരേഖകളാകുന്ന സാമൂഹിക യാഥാർത്ഥ്യമാണ് വീണ്ടും വെളിപ്പെടുന്നത്. വിവാഹം കഴിഞ്ഞ് വെറും 39-ാം നാള് ഒരു ജീവനെ ഉള്ളിൽ ചുമന്ന് കുടുംബവീട്ടില് തൂങ്ങിമരിച്ച ഫാത്തിമയുടെ നാദിയ മരണം നാടിനെ കണ്ണീരിലാഴ്ത്തുകയാണ്. കടുത്ത ഗാർഹിക സ്ത്രീധന പീഡനങ്ങളെ തുടർന്നാണ് നാദിയ ജീവനൊടുക്കിയതെന്ന മാതാപിതാക്കളുടെ പരാതിയില് ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ പോലീസ് കേസെടുത്തതോടെ പുറത്തുവരുന്നത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതകളാണ്. പ്രതികൾക്കെതിരെ കേസെടുത്ത് പോലീസ് തൃക്കുന്നപ്പുഴ പാനൂര് സ്വദേശിനിയായ നാദിയയുടെ മരണത്തില് ഭർത്താവ് പുന്നപ്ര സ്വദേശി മുഹമ്മദ് നൌഫല്, ഇയാളുടെ മാതാവ്, സഹോദരി എന്നിവർക്കെതിരെയാണ് തൃക്കുന്നപ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി പാനൂരിലെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിലെ ജനല് കമ്പിയില് ചുരിദാറിന്റെ ഷാൾ ഉപയോഗിച്ചാണ് നാദിയ ജീവനൊടുക്കിയത്. മരണസമയത്തു ഈ 19-കാരി ഗർഭിണിയായിരുന്നുവെന്ന വിവരം കേസിന്റെ ഗൌരവവും ക്രൂരതയുടെ ആഴവും വർദ്ധിപ്പിക്കുന്നു.